100-150 ദിവസം ജയിലിൽ കിടന്നു. തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. തെറ്റ് ചെയ്യാതെ ഒരാളിനെ ജയിലിൽ പിടിച്ചിടുന്നത് വലിയ അനീതിയാണ്, ക്രൂരതയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ വേണം. അതുകൊണ്ട് നമുക്ക് കോടതിയിൽ, അതുകൊണ്ടാണ് ഈ 90 ദിവസത്തെ കഥയൊക്കെ വച്ചിരിക്കുന്നത്. പക്ഷേ 90 ദിവസം കഴിഞ്ഞിട്ടും കെജ്രിവാൾ ഇറങ്ങിയില്ല. വിവിധ കേസുകളിൽ കുരുക്കി 150 ദിവസമായി അദ്ദേഹം കിടക്കുകയായിരുന്നു. ഒരു 530 ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ കിടന്നു. എന്തായാലും 2 പേരുടെയും കേസ് വെറുതെ വിട്ടു. 2 പേരും ജാമ്യത്തിലിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി വലിയ വർത്തമാനമൊക്കെ പറയുമ്പോൾ കെജ്രിവാൾ പറയുന്നു, അങ്ങനെ വലിയ വർത്തമാനമൊന്നും പറയണ്ട, ഒരു ദിവസം പോലും നിങ്ങൾ ജയിലിൽ കിടന്നില്ലല്ലോ. ഞാൻ 150 ദിവസമാണ് ജയിലിൽ കിടന്നിട്ട് വരുന്നത്, അതും തീഹാർ ജയിലിൽ കിടന്നിട്ട് വരുന്നത്. IRS ഇന്ത്യൻ റവന്യൂ സർവീസ് പാസ്സായ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഇങ്ങനെയൊന്നും ആവേണ്ട ഒരു കാര്യമില്ല. എങ്കിലും പൊതുജന താല്പര്യത്തിന് വേണ്ടി വന്ന്, പൊതുജന സേവനത്തിന് വേണ്ടി വന്നു. ഡൽഹിയുടെ മനസാക്ഷി അദ്ദേഹം എടുത്തു. ഡൽഹിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി, വളരെ ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ സൗജന്യമായി എല്ലാവർക്കും ഇലക്ട്രിസിറ്റി കൊടുത്തു. ട്രെയിൻ യാത്രയിൽ വലിയ സൗജന്യ ഇളവ് കൊടുത്തു. ബസ് യാത്രയിൽ ഇളവ് കൊടുത്തു. വാട്ടർ കണക്ഷൻ ഫ്രീ ആക്ട് കൊടുത്തു. ഒരുപാട് കാര്യങ്ങൾ ആ മനുഷ്യർക്ക് വേണ്ടി ചെയ്ത ഒരു വ്യക്തിത്വമാണ് കെജ്രിവാൾ. അതുകൊണ്ട് തന്നെ, എന്നാൽ അഴിമതി ഒട്ടുമില്ലായിരുന്നു. ഒരഴിമതി നടത്താതെ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി പഞ്ചാബിൽ അവർക്ക് അധികാരം പിടിക്കാനും പറ്റി. ഹരിയാനയിൽ അവർക്ക് വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ വലിയ ഹൈപ്പ് തലസ്ഥാനത്തും പഞ്ചാബിലും ഹരിയാനയിലൊക്കെ ഉണ്ടാക്കി നിന്നപ്പോഴാണ് അഗ്നി പർവ്വതം പോലെ, ഇടുത്തി പോലെ ഈ ഒരു മദ്യത്തിൻ്റെ ഒരു അഴിമതി വരുന്നത്. അതിൽ അദ്ദേഹം പെട്ടുപോയി. അദ്ദേഹം പറയുന്നത് മോദിയും അമിത്ഷായും ഒക്കെ കൂടെ നടത്തിയ തിരക്കഥയുടെ പ്ലാനിൻ്റെ ഭാഗമാണ്. ആര് നടത്തിയ പ്ലാനായാലും പാവപ്പെട്ടവന് അധികാരവും നഷ്ടപ്പെട്ടു, ഡൽഹി നഷ്ടപ്പെട്ടു, വലിയ കഷ്ടപ്പാടിലേക്ക് പോയി. ഇപ്പോഴെന്തായാലും അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വരികയാണ്. പക്ഷേ ഈ തിരിച്ചു വരവിൽ അദ്ദേഹം BJPയുടെ കൂടെ നിൽക്കുമോ, ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇന്ത്യ മുന്നണിയോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല എന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി കൊമ്പ് കോർത്തപ്പോൾ മനസ്സിലാക്കാനുള്ളത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ പോലൊരു നേതാവ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. കുറച്ചുകൂടി നല്ല ഒരു തലയെടുപ്പുള്ള നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയെടുപ്പെല്ലാം തലയ്ക്ക് തന്നെ വെട്ടിക്കളഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഇടപെട്ടിട്ടാണോ അല്ലയോ, എന്തായാലും അദ്ദേഹം മദ്യ കേസിൽ ചെന്നപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആയുസ്, രാഷ്ട്രീയ ഭാവി വല്ലാതെ കുറഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുകയെന്നറിയില്ല. ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? ഈ ഡൽഹിയിൽ തിരിച്ചു വരണം. രാജ്യത്ത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി തിരിച്ചു വരുമോ? അതിനുള്ള ദിവസങ്ങളാണ് ഇനി കാണാനിരിക്കുന്നത്. എന്തായാലും ഒരു ഇമേജ് ആം ആദ്മി പാർട്ടിക്ക് വന്നിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് ഒരു ജീവൻ വെച്ചിട്ടുണ്ട്. ആ ജീവൻ വെച്ചത് വലിയ രാഷ്ട്രീയ തിരിച്ചുവരവായി മാറുമോ ഇല്ലേ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. എന്തായാലും ഡൽഹി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ രേഖ ഗുപ്ത വളരെ മനോഹരമായി ഭരിക്കുന്നു. അഴിമതി മറ്റു കാര്യങ്ങളൊന്നും കേൾക്കാനില്ല. അവർ അടൽ ക്യാൻറ്റീനും മറ്റതും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കുമെന്നറിയില്ല. അവരെ ഇനി തകർക്കുക അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുക എന്നുള്ളത്. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഇനി എന്തെങ്കിലും മോദി വിരുദ്ധ പരിപാടിയുമായിട്ട് രംഗത്ത് വരണം. ഒന്നുകിൽ ഇന്ത്യ മുന്നണിയിൽ നിൽക്കണം, അല്ലെങ്കിൽ BJPയോടൊപ്പം നിൽക്കണം. എന്താണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവിയെന്നും രാഷ്ട്രീയ പരിപാടിയെന്നും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.